ഹായ് ഡിയേഴ്സ്, പുറത്ത് നല്ല മഴ. നമുക്കൊരു ചൂട് ചായ കുടിച്ചാലോ? ചക്കപ്പൊരി ഉണ്ടാക്കാനായി കുറച്ച് ചക്കച്ചുള നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ റവ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു കളർ കിട്ടാനായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒട്ടും കട്ടകൾ ഉണ്ടാവരുത്. കട്ടകളെല്ലാം ഉടച്ച് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ്. ചൂടായ എണ്ണയിലേക്ക് ഒരു ഡ്രോപ്പ് മാവ് ഒറ്റിച്ചു കൊടുത്ത് അത് ഉടനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ചക്കപ്പൊരി പൊരിച്ചെടുക്കാം. അതിനായി മാവിൽ മുക്കിയ ശേഷം ഓരോന്നായി എണ്ണയിലോട്ട് ഇടുക. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഗോൾഡൻ കളറായി പൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാ കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ട്. പഴുത്ത പഴവും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിന്ന് പഴംപൊരിയും ഉണ്ടാക്കാം. ചക്കപ്പൊരി തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുക. അതാ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ഇട്ടിട്ടില്ല എങ്കിലും ആവശ്യത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എല്ലാം എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കാം. ഒരു പഴുത്ത നേന്ത്രപ്പഴത്തിനെ 2 പീസാക്കി അതിലെ ഓരോ പീസ് 3 പീസുകൾ വീതമാക്കി നമുക്ക് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവും കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ പൊരിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരി റെഡിയായി. ഇനി നമുക്ക് എണ്ണയിൽ നിന്നതെല്ലാം കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. പുറത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് മെല്ലെ പുറത്ത് പോയിരുന്ന് ചക്കപ്പൊരിയും ചായയും പഴംപൊരിയും കഴിക്കാം. താങ്ക് യു ഡിയേഴ്സ്.